കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വാർത്തകൾ നല്ല കൗതുകമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വോട്ടില്ല. കോഴിക്കോട് സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല. തിരുവനന്തപുരം മുട്ടട എന്ന് പറയുന്ന കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ വൈഷ്ണവ് സുരേഷിന് വോട്ടില്ല. കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ കെ എം ബിനുവിന് വോട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു വനിതയ്ക്ക് ഇപ്പോൾ വോട്ടില്ല. സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന വനിതയ്ക്ക് വോട്ടില്ല. ചുരുക്കത്തിൽ ഇതെല്ലാം കോൺഗ്രസ്സുകാരായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വേറെ തമാശ. നല്ല രസമെന്ന് പറഞ്ഞാൽ 3 കേസും കോൺഗ്രസ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് കോൺഗ്രസ്സുകാർ ഫീൽഡിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരുന്നു, അതിന് മുമ്പ് വോട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതൊന്നും ന്യായമല്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിഞ്ഞ പ്രാവശ്യം വോട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വോട്ട് ഈ പാർട്ടിക്കാരിവിടെ വന്നാണ് നോക്കിയപ്പോഴാണ് വോട്ടില്ല. പിന്നെയാണ് ഞങ്ങൾ 4 പേരും പോയി പിന്നെ അക്ഷയ വഴി പേര് പുതുക്കി പേരെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്ത് പിന്നെ ഹിയറിങ്ങിന് പോയി അങ്ങനെ പോയിട്ടൊക്കെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. പിന്നെ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്തൊരു നാടായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നില്ല. അതിന് വൈഷ്ണവ് സുരേഷിൻ്റെ കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിനുവിൻ്റെ കാര്യത്തിൽ ഹൈക്കോടതി പോകുമ്പോൾ ഇനിയിപ്പോൾ നാളെ ഒരു ദിവസമേ ഉള്ളൂ. 21-ാം തീയതി സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കേണ്ട ഡേറ്റാണ്. അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാം ക്ലിയർ ചെയ്ത് വരുമോ എന്നറിയില്ല. എന്തായാലും SIR അങ്ങനെയൊക്കെ ആണെങ്കിൽ SIR നടക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒരു റിവിഷൻ നടക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട്, സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവർക്ക് ഇങ്ങനത്തെ പിഴവുകൾ കൊണ്ട് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് ചെയ്യാൻ പറ്റുമോ? അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, എന്തെങ്കിലും അബദ്ധം കൊണ്ട് അവർ സ്ഥിരതാമസമാണ്, പക്ഷേ അബദ്ധം കൊണ്ട് അവർക്കൊരു പേര് ചേർക്കപ്പെടാതെ പോയതോ ഒഴിവാക്കപ്പെട്ടതോ ആണെങ്കിൽ അവർക്ക് കൊടുക്കാൻ, സ്ഥാനാർത്ഥിയാവുന്നവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു പ്രിവിലേജ് ഇന്ത്യയിലുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥി നിശ്ചയിച്ച് പോസ്റ്റർ അടിച്ച് വീഡിയോ, ഇപ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെയൊക്കെ കാലമാണ്, വീഡിയോ ഒക്കെ ചെയ്ത് ഫേസ്ബുക്കിലിട്ട് അതുപോലെ തന്നെ വീട് വീടാന്തരം കയറി ഇറങ്ങി ഫ്ലെക്സ് വെച്ച് 2-3 റൗണ്ട് പ്രവർത്തനം നടത്തി കഴിയുമ്പോഴാണ് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അടുത്ത് കാര്യങ്ങൾ നോക്കുമ്പോൾ വോട്ടില്ല, അല്ലെങ്കിൽ വോട്ടിൽ മാറിക്കിടക്കുന്നു, TC മാറിക്കിടക്കുന്നു, ഇങ്ങനെ വലിയ പ്രശ്നം വരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവർ അവർക്ക് വോട്ടിനൊരു കൺഫ്യൂഷൻ വന്നാലും അവർക്ക് വോട്ട് കൊടുക്കാൻ പറ്റുമോ? പക്ഷെ അവർക്ക് മാത്രമായി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രിവിലേജ് ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് സ്ഥാനാർത്ഥിക്ക് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം കൂടി വളരെ പ്രധാനമാണ്. എന്തായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷം നാളെ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ രസകരമാണ്. സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്തൊരു നാടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ കഥ. ഇതിനകത്ത് എൻ്റെ ഒരു ചെറിയ അനുഭവ കഥ കൂടി, കഥയല്ല അനുഭവം തന്നെ പറഞ്ഞോട്ടെ. ഒരു K നാരായണപിള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്. K നാരായണപിള്ള, വേറെ ഒരു രണ്ട് K നാരായണപിള്ള ഒരു വാർഡിലുണ്ട്. വെഞ്ഞാറമൂടിലെ നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ വയ്യേറ്റ് എന്ന് പറയുന്ന മാണിക്യമംഗലം വാർഡിലെ 2 K നാരായണപിള്ള ഉണ്ട്. അതിന് ഒരു നാരായണപിള്ളയെ കളിയാക്കിയൊക്കെ വിളിക്കും, പോത്ത് നാരായണൻ എന്നൊക്കെ വിളിക്കും. അത് പോത്ത് കച്ചവടം നടത്തുന്നതുകൊണ്ടാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ കാണാനും സ്വഭാവത്തിലൊന്നും കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. പക്ഷെ പോത്ത് കച്ചവടം കൂടെ നടത്തുന്നതാണ് പോത്ത് നാരായണൻ എന്ന് വിളിക്കും. വേറൊരു നാരായണനുണ്ട്. അപ്പോൾ 2 നാരായണനുണ്ട്. ഈ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ 2 നാരായണന്മാരും 2 പാർട്ടിയിലെ, ഒന്ന് CPM ഒന്ന് കോൺഗ്രസിലെ നേതാക്കളുമാണ്, പ്രാദേശിക നേതാക്കളാണ്. അതിൽ ഒരു നാരായണൻ എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് ജയിക്കുകയും ചെയ്തു, മെമ്പറുമായി. പക്ഷേ സംഭവിക്കുന്നത് ഈ കോൺഗ്രസ് നാരായണൻ്റെ വോട്ട് മറ്റേ നാരായണൻ, CPM നാരായണൻ, അത് രാവിലെ 8 മണിക്ക് പോളിംഗ് തുടങ്ങിയാൽ അല്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങിയാൽ ആദ്യം പോയി അങ്ങ് ചെയ്യും. അപ്പോൾ K നാരായണൻ പേര് അന്ന് പിന്നെ ഇതില്ല, ആധാർ കാർഡൊന്നും ഇല്ല, അപ്പം ഫോട്ടോയും ഇല്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് മാത്രമേ ഉള്ളൂ, ഫോട്ടോ ഇല്ലാത്ത കാലമാണ്. അപ്പോൾ K നാരായണൻ ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ തെരഞ്ഞെടുപ്പിനും ഈ K നാരായണൻ്റെ ആദ്യത്തെ CPM-ൻ്റെ K നാരായണൻ പോയി കോൺഗ്രസിൻ്റെ K നാരായണൻ്റെ വോട്ട് ചെയ്യും. അവസാനം കോൺഗ്രസിൻ്റെ K നാരായണൻ വരുമ്പോൾ വോട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. കള്ള വോട്ടുണ്ടായിരുന്നു, ഇരട്ട വോട്ടുണ്ടായിരുന്നു, ഇതെല്ലാം പോയി ഇപ്പോൾ പിന്നെ ആധാറുമായി ബന്ധിപ്പിച്ചു ആധാർ കൊണ്ടുപോകണം, രേഖകൾ കൊണ്ടുപോകണം, ഫോട്ടോ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ പരിപാടികളൊക്കെ. പക്ഷെ അപ്പോഴും ഇതൊരു ബാലികേറ മലയായി നിൽക്കുന്നു. സ്ഥാനാർത്ഥികൾക്ക് വോട്ടില്ലാത്ത നാടായി കേരളം. ആളുകൾക്ക് വോട്ടില്ല എന്ന് നമ്മൾ കേട്ടു. SIR-ലൊക്കെ ഉള്ളൊരു പരാതിയൊക്കെ അതാണ്, ആളുകളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് മാറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല.